പഞ്ചരത്ന ഹോട്ടല് എത്ര കാലമായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത്. അതെന്റെ സ്വന്തമാവും. ആ കലാവതിക്കും പഞ്ചരത്നത്തിൽ തന്നെയാ നോട്ടം. നോക്കിയിരിക്കത്തേ ഉള്ളൂ സുമേഷേ. പഞ്ചരത്നം എന്റെ പേരിൽ തീരാധാരം എഴുതുന്നതേ കണ്ടിരിക്കേ ഉള്ളൂ കലാവതി. അത്ര നിസ്സാരമായിട്ട് കാണണ്ട കലാവതിയെ. അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് ഒഴിഞ്ഞു പോവില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ഞാനും മോശക്കാരിയാണെന്നാണോ സുമേഷ് പറയുന്നേ? കലാവതിയെ വിറ്റു തിന്ന കാശ് എന്റെ കയ്യിലുണ്ട്. ഓടുമ്പോഴല്ലേ സുമേഷേ ഒരു മുഴം മുൻപേ അറിയേണ്ടത്. ഓടും മുൻപേ പിടിച്ചു കിട്ടാനൊരു ചങ്ങലയല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. അല്ല, മെസ്സേജ് അയച്ച സ്ഥിതിക്ക് നാളെ ചെന്ന് ഒന്ന് കാണണ്ടേ അവരെ? ഇക്കാര്യത്തിന് ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാനോ? അതിന് കാവതിക്കാക്കകള് മലർന്നു പറക്കുന്ന കാലം വരട്ടെ. മെസ്സേജിന് തിരിച്ചൊരു മെസ്സേജ്, അത് ധാരാളം മതി. മഹി, വോയിസ് മെസ്സേജ്. അമൃതയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കാനൊന്നും പറയരുത്. അത് നടക്കില്ല. അവളെ ഞാൻ കോടതി കയറ്റും. ആന്റിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നാ മതി. നടക്കാത്ത കാര്യം പറഞ്ഞ് കളയാനേ എനിക്ക് സമയമില്ല. മൂർഖം പാമ്പിനെയാ ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. ഇനി ഇവളും എന്റെ ശത്രുപക്ഷത്താവും. അടുത്തവര് തമ്മിൽ അകലുമ്പോഴാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അമൃതയുടെ പേരിൽ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ അവളെ വിവാഹം കഴിക്കും? ഞാൻ ഒരുപാട് മോഹിച്ചു പോയതല്ലേ. എനിക്ക് കല്യാണത്തിന്റെ കാര്യം മാത്രമല്ലേ മനസ്സിലുള്ളൂ. കണക്ക് കൂട്ടലുകൾ തെറ്റുന്നതിന്റെ വിഷമത്തിലാ ഞാൻ. കേസ് പിൻവലിപ്പിക്കാനാ ഞാൻ വിളിച്ചു വരുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഡോക്യുമെന്റ്സ് എടുത്തത് അവള് തന്നെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തും ചെയ്യും. എതിരെ ഉയരുന്ന ഏത് കൈയും വെട്ടി അരിയുന്നതാ എന്റെ ശീലം. ഇവിടെ അത് തന്നെ വേണ്ടിവരും. വേണ്ടി വന്ന സഹദേവന്റെ വീട്ടിൽ കയറി അവളെ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ ആളെ ഏർപ്പാടാക്കും ഞാൻ. എന്നെ എതിർക്കുന്നത് അവളുടെ നാശത്തിനാ. ആരുടെ നാശമാണെന്ന് നമുക്ക് നാളെ അറിയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അമൃതയെ നാളെ തന്നെ കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലേ അതെന്റെ നാശമല്ലേ. ഞാൻ അത്രയ്ക്ക് സ്വപ്നം കണ്ടുപോയി. പണ്ടേ നിനക്ക് സ്വത്തിനോടും പണത്തിനോടും ഒക്കെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ഇവളെ കല്യാണം കഴിച്ചപ്പോഴേ അതങ്ങ് ആർത്തിയായിട്ട് മാറുകയും ചെയ്തു. ബെസ്റ്റ്. സാധാരണ അച്ഛന്മാരെ മക്കളെ വഴക്ക് പറയുന്നത് കാശ് ദൂർത്തടിക്കുന്നതിനാ. ഞാനാണെങ്കിലോ കാശ് സമ്പാദിക്കുക. ഇപ്പൊ അതും കുറ്റമായോ? എടാ, നീ അധ്വാനിച്ച് എത്ര കാശ് വേണേലും ഉണ്ടാക്കിക്കോ, പണക്കാരനും ആയിക്കോ. അല്ലാതെ മറ്റുള്ളവരുടെ സ്വത്തുക്കളെ വളഞ്ഞ വഴികൾ സമ്പാദിച്ചല്ല പണക്കാരനാവേണ്ടതേ. അങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് ഒരിക്കലും നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. ഓ, പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. പഞ്ചരത്നം ഞങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നല്ലേ? അതെ, അച്ഛൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതെ, അച്ഛനിപ്പോ പറഞ്ഞാൽ എന്താ തെറ്റ്? തട്ടിയെടുക്കുന്ന എന്തിനാ? ആ പുരയിടത്തില് അച്ഛനും തുല്യ അവകാശമില്ലേ? ആര് പറഞ്ഞു? നിന്റെ അമ്മ പറഞ്ഞെന്നായിരിക്കും അല്ലേ? എടാ, എന്റെ അച്ഛൻ എന്റെ അനിയത്തിയുടെ പേരിൽ എഴുതി വെച്ച സ്വത്താ അത്. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അതെ, അന്നും ഇന്നും
ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. എന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. അച്ഛൻ എങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? ഏ? സുമേഷിന് പണ്ടേ താല്പര്യമുള്ളതാ സ്ഥലം. ആ പകുതിക്ക് എന്തായാലും അവകാശമുണ്ട്. ബാക്കി പകുതിക്ക് വല്ല മാന്യോട്ടൊരു വിലയും കൊടുക്കാം. അതെ, 50 സെന്റിൽ ഈ പിന്തുടർച്ച അവകാശം പറയുള്ളൂ. ബാക്കി അവര് കഷ്ടപ്പെട്ട കാശുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചതാ. ആയിക്കോട്ടെ, എന്തായാലും 50 സെന്റിന്റെ പകുതിക്ക് അവകാശമുണ്ടല്ലോ. എടാ, ഈ പറയുന്ന 50 സെന്റ് എന്റെ അച്ഛന്റെ സ്വത്തായിരുന്നു. എടാ, ഇതെനിക്ക് വേണ്ടേ, പിന്നെ നിനക്കൊക്കെ എന്താണ് ഈ കാര്യം? ദേ, അമൃതയ്ക്ക് വഴക്കിനും കേസിനൊക്കെ പോകുന്നത് ശരിയല്ല കേട്ടോ. ആ അച്ഛാ, ദിവ്യേട്ടത്തിക്ക് ഇപ്പൊ കലാവതിയായിട്ടാ കൂട്ട്. ഓ, അവരാണ് ദിവ്യേട്ടത്തി ഇങ്ങനെ ആക്കി തീർത്തതും. ദേ, എന്നെ ആരും ഒരു തരത്തിലും ആക്കി തീർത്തിട്ടില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും അത് നടപ്പാക്കാനും എനിക്കറിയാം. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.